എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകനേശുവിനാൻ, ലോകരക്ഷകനേശുവിനാൻ, ഏകരക്ഷകനേശുവിനാൻ, ലോകരക്ഷകനേശുവിനാൻ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോയാകാം, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോയാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. മെസ്സേജിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: യേശു ഉറങ്ങുകയാണോ? അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അന്ന് സന്ധ്യയായപ്പോൾ, അപ്പൊ അതിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. എന്ന് സന്ധ്യയായപ്പോൾ അല്ലേ? ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്ന് സന്ധ്യയായപ്പോൾ എന്നാണ്. അവിടെ ഇതില്ല, അതിന്റെ മുമ്പിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ട് പറയാം. അന്ന് സന്ധ്യയായപ്പോൾ, അതായത് അന്നത്തെ ദിവസം രാവിലെ യേശു കർത്താവും യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും ഒരു സ്ഥലത്ത് ചെന്ന്, ഗലീല കടലിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് ഒരുപാട് ഉപദേശിക്കാൻ തുടങ്ങി. യേശു കർത്താവ് ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ചും എല്ലാം ആരോട് പറയാൻ തുടങ്ങി. അപ്പോൾ വലിയൊരു ചെറിയ പുരുഷാരമല്ല, അവിടെ ഒരു വലിയ ജനക്കൂട്ടം അവിടെ കൂടി. അപ്പോൾ കൂടിയപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്ത്, അവിടെ നേരെ എവിടോട്ട് കയറി? ഒരു ചെറിയ പടകിലോട്ട് കയറി. പടകെന്ന് പറഞ്ഞാൽ ബോട്ട്, ഒരു വള്ളത്തിലോട്ട് കയറി. വള്ളത്തിൽ കയറി അവിടെ ഇരുന്ന് ഈ ജനത്തെ എന്ത് ചെയ്ത് ഉപദേശിക്കാൻ തുടങ്ങി. ഉപദേശിച്ച് ഇതെവിടെ സമയം വരെ മീറ്റിംഗ് പോയി? അന്ന് വൈകുന്നേരം വരെ ഈ മീറ്റിംഗ് പോയി. നമുക്ക് 2 മണിക്കൂർ ഇരിക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. പക്ഷെ യേശു കർത്താവിന്റെ ഈ ഉപദേശത്തെങ്കില് സർവ്വജനവും അവിടെ ഇരുന്നു. യേശു കർത്താവ് ഈ പടകിലിരുന്ന് എന്ത് ചെയ്ത് പ്രസംഗിച്ച് എന്നിട്ട് പറയാണ്, അന്ന് സന്ധ്യയായപ്പോൾ. ഈ സന്ധ്യക്ക് ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഈ സന്ധ്യയുടെ പ്രത്യേകത എന്താണ്? ഇനി അടുത്തത്, നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും പ്രസംഗിച്ചു. ശിഷ്യന്മാരും തളർന്നു, യേശുവും തളർന്നു. ഈ സന്ധ്യയുടെ പ്രത്യേകത അതാണ്. അവരിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ക്ഷീണിച്ച് തളർന്ന സന്ധ്യ ആണോ? നമ്മൾ 2 മണിക്കൂറൊക്കെ ഞായറാഴ്ച 2 മണിക്കൂർ കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം കഴിയുമ്പോൾ പറയുന്നത് ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ ഈ യേശു കർത്താവും ശിഷ്യന്മാരും ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം ഇവർ ക്ഷീണിച്ച് തളർന്ന്. ഒരു സൈഡിൽ അവർക്ക് ഒരു ക്ഷീണം ഉണ്ടെങ്കിലും മറു സൈഡിൽ അവർക്ക് എന്തുണ്ട്? ഒരാശ്വാസമുണ്ട്. എന്താണ്? ഇനി ഒന്ന് എന്ത് ചെയ്യാം? റെസ്റ്റ് എടുക്കാം അല്ലേ? ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? ഒന്ന് റെസ്റ്റ് എടുക്കാം. രാവിലത്തെ ക്ഷീണം എല്ലാം ഉണ്ട്, വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേ അവരുടെ റെസ്റ്റ് എടുക്കാം. അപ്പൊ യേശു കർത്താവ് പറയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെ നേരെ അക്കരയ്ക്ക് വായിച്ചോ, ബൈബിൾ വായിച്ചോ. നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു കർത്താവ് തന്നെ ഈ ശിഷ്യന്മാരോട് പറയും, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യണം? റെസ്റ്റ് എല്ലാം എടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നേരെ അക്കരയ്ക്ക് പോവാം എന്നിങ്ങനെ പറഞ്ഞു. അടുത്ത വാക്യം, അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. പറഞ്ഞതാരാണ്? പറഞ്ഞത് നമ്മ അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞത് ആരാണ്? യേശു കർത്താവ്. ഇപ്പൊ കൊണ്ടുപോകുന്നത് ആരാണ്? ശിഷ്യന്മാര് അല്ലേ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ പുരുഷാരത്തെ വിട്ട്, അവൻ അവരോട് പറഞ്ഞു, അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. യേശുവിന് ആ ഇരുന്ന പടകോടുകൂടെ അവരെന്ത് ചെയ്യുന്നു? കൊണ്ടുപോകാണ്. യേശു പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യും? ഇനി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. യേശുവിനെയും കൊണ്ട് ഈ ശിഷ്യന്മാരെന്ത് ചെയ്ത് ഈ പടകോടുകൂടെ പോകാൻ. ഞാൻ ഒന്ന് പറയാം. ആദ്യത്തെ ഞാൻ പറഞ്ഞ ഒരു സന്ധ്യയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. ഒരു സന്ധ്യ നമ്മുടെ ഈ ജീവിതത്തിൽ തളർന്നിരുന്ന സന്ധ്യകളുണ്ട്.
ഉണ്ടോ? പല സ്ഥലത്തും കർത്താവേ ഇനി വയ്യ, ക്ഷീണിച്ച് അല്ലേ, ഇനി ഇച്ചിരി അല്പം ഒരു സമാധാനം, അല്പം ഒരു ആശ്വാസം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച സമയം അല്ലേ. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, അന്ന് നമുക്ക് കഷ്ടതയായിരുന്നു, നഷ്ടമായിരുന്നു, ദുരിതമായിരുന്നു, കഷ്ടപ്പാടായിരുന്നു അല്ലേ. അങ്ങനെ ഇരുന്നൊരു കാലമുണ്ട്. പക്ഷെ അന്ന് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് നമ്മളെ കണ്ടിട്ട് നമ്മളൊന്ന് വിളിച്ചിട്ട് പറയാം, നമുക്ക് എവിടോട്ട് പോകണം, നമുക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞ് ഇനി നമുക്കിവിടെ ഇനി ഇരുന്നത് മതി, ഇനി നമുക്ക് എവിടെ പോവാം? അക്കരയ്ക്ക് പോവാം. അപ്പോഴാണ് നമുക്ക് ഉള്ളിൽ എന്തുണ്ടായ വലിയൊരു, അതായത് നിങ്ങളിരുന്ന കഷ്ടപ്പാട്, നിങ്ങളിരുന്ന പ്രയാസം, നിങ്ങളിരുന്ന പട്ടിണി, നിങ്ങളിരുന്ന ദാരിദ്ര്യം, നിങ്ങളിരുന്ന ശാപം, ഇതിന്റെ നടുവിൽ നിന്ന് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് ആരാണ്? കർത്താവായ യേശു. എന്തിനാണ് വിളിച്ചതെന്നറിയാമോ? എന്തെങ്കിലുമൊക്കെ തന്ന് നിങ്ങളെ പോഷിപ്പിക്കാനായിട്ടൊന്നും അല്ല കർത്താവ് നിങ്ങളെ വിളിച്ചത്. കർത്താവിന് ഒരു ലക്ഷ്യമുള്ളൂ, എൻ്റെ മോൾ എന്നെ വിട്ട് പോകരുത്, എൻ്റെ മോൻ എന്നെ വിട്ട് പോകരുത്. ഒരിക്കലും ആ ഏതൻ തോട്ടത്തിൽ പോയ നഷ്ടപ്പെട്ട ഒരു ബന്ധമുണ്ടല്ലേ, അതെനിക്ക് മടക്കി കിട്ടണം. ആ ബന്ധത്തിലോട്ട് എൻ്റെ മോൾ എൻ്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞത്, നമുക്ക് എവിടോട്ട് പോവാം? അക്കരയ്ക്ക് പോവാം. അന്നത്തെ വിളി നിങ്ങൾക്ക് എന്തായിരുന്നു? ആയിരുന്നോ അല്ലേ? നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലോട്ട് വന്ന് ഈ പടകിലോട്ട് അങ്ങ് കയറി ഇരുന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ആശ്വാസമായിരുന്നു. അടുത്ത എവിടെയോ കിടന്ന് കഷ്ടപ്പെട്ടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ശാപത്തിലും എല്ലാം കിടന്നവരെ നിങ്ങളെ പിടിച്ച് നേരെ എവിടോട്ട് ഇപ്പം കയറ്റി? പടകിനകത്തോട്ട് അങ്ങ് കയറ്റി. ഇപ്പം ഈ പടകിൽ ആരുണ്ട്? യേശു ഉണ്ട്. പക്ഷെ എന്തോന്ന് വന്ന അപ്പോൾ വലിയ പണ്ട് ചുഴലിക്കാറ്റേ ഉണ്ടായിരുന്നത്, ഇപ്പൊ എന്തോന്നായി? വലിയ ചുഴലിക്കാറ്റ്. ഈ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ഇതിൽ കിടന്ന് കുഴയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ പുറത്തു വരാൻ കഴിയാതെ ഒരു ചുഴലിക്കാറ്റിന്റെ അകത്ത് കിടന്ന് നിങ്ങൾ കുഴയാണ്. എന്നിട്ട് ഇന്നും കൈയും താത്ത് നിങ്ങൾ ചുഴലിക്കാറ്റിലാണെന്നുള്ള ആ തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പുറത്തു വരാൻ പറ്റൂല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ചുഴലിക്കാറ്റിനകത്താണ് പെട്ടിരിക്കുന്നത്, ഒരു ചുഴലിക്കാറ്റിനകത്ത് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. കർത്താവ് കൂടെ ഉള്ളപ്പോൾ ചുഴലിക്കാറ്റ് വരുമോ? ഞാനിവിടെ ഉണ്ട്, സരോജൻ ചേച്ചിയുണ്ട്. ചുഴലിക്കാറ്റ് പറയണം ഞാൻ ഇവിടെ അടിക്കില്ല, അപ്പച്ചിന്റെ വീട്ടിൽ മാത്രമേ അടിക്കുള്ളൂ എന്ന് പറയോ? ചുഴലിക്കാറ്റിന് അങ്ങനെയൊന്നുമില്ല. ചുഴലിക്കാറ്റ് എല്ലായിടവും അടിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ചുഴലിക്കാറ്റിന് സ്മിതയൊന്നും ഇല്ല, സരോജൻ ചേച്ചിയൊന്നും ഇല്ല. പക്ഷെ പ്രത്യേകത എന്താണ്? സരോജൻ ചേച്ചിക്ക് ആരില്ല, പടകിൽ കർത്താവില്ല. എൻ്റെ പടകിൽ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവുള്ള പടക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? തകരത്തില്ല. കർത്താവില്ലാത്ത പടക് തകരും. കർത്താവുള്ള പടകിൽ ചുഴലിക്കാറ്റടിക്കും, ഒരു സംശയവുമില്ല, ചുഴലിക്കാറ്റടിക്കും. പക്ഷെ കർത്താവില്ലാത്ത പടക് തകർന്നു പോകും. നിങ്ങൾ ചോദിച്ചേ, നിങ്ങളോട് ചോദിച്ചേ, നിങ്ങളുടെ ഹൃദയത്തിലോട്ട് തൊട്ടിട്ട് എൻ്റെ പടകിൽ കർത്താവുണ്ടോ? അടുത്ത വാക്യം വായിച്ചേ. ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തീരെ തള്ളിക്കയറി. കർത്താവുള്ള പടകിൽ തീരെ തള്ളി കയറുവോ? കർത്താവുള്ള പടകാണിത്. ഈ പറയുന്നത് വായിക്കുന്നത് കർത്താവ് അതിനകത്തുണ്ട്. കർത്താവും തന്റെ ശിഷ്യന്മാരുമായിട്ട് പോകുന്ന പടകാണ്. അതിനകത്ത് തിര തള്ളി കയറുവോ? കയറും. അടുത്തത്, കർത്താവുള്ള പടക് മുങ്ങാറാവോ? ആവോ? ഇത് കർത്താവുള്ള പടകാണ്. നിങ്ങൾ ഹാലിൽ ശ്രദ്ധിച്ചു പറയാം. ഇവര് പോകുന്ന പടകിൽ കർത്താവുണ്ട്. ആ പടക് ഇവിടെ എഴുതിയൊക്കെയാണ്, ആ പടക് മുങ്ങുമാറായി. കർത്താവുള്ള പടക് മുങ്ങുമാറാവോ? ആവും. കർത്താവുള്ള പടകിൽ ചുഴലിക്കാറ്റടിക്കും. കർത്താവുള്ള പടകിൽ തിര തള്ളി കയറും. കർത്താവുള്ള പടക് മുങ്ങുമാറാകും. പക്ഷെ മുങ്ങി പോകത്തില്ല. ഏതുവരെ പോകൂ? പ്രാവശ്യം നമ്മൾ പോകുമ്പം, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, കർത്താവ് എൻ്റെ പടകിൽ നീ ഉണ്ടാക്കാം, എൻ്റെ പടകിൽ നീ ഉണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും, ഏത് ചുഴലിക്കാറ്റടിച്ചാലും, ഏത് തെര അതിൻ്റെ ഉള്ളിൽ തള്ളിക്കയറിയാലും, അത് മുങ്ങുമാറായാലും ഞാൻ മുങ്ങത്തില്ല. കാരണം എൻ്റെ പടകിൽ അവൻ ഉണ്ട്. ആരടുത്തൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. നിങ്ങളുടെ പടകിൽ ദൈവത്തിൻ്റെ ദൈവം ഉണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവം നിങ്ങളുടെ പടകിനകത്ത് ഉണ്ട്. അടുത്ത വാക്യം വായിച്ചേ. കർത്താവ് എവിടെയാണ്? പക്ഷെ ശിഷ്യന്മാർ ഇത് മുഴുവൻ കണ്ട് വെപ്രാളപ്പെടുന്ന, അവർ ജീവൻ പേടിച്ച് അവർ നിലവിളിക്കുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നു?
പടകിനകത്ത് കർത്താവ് ഉറങ്ങുന്നെന്ന്. ഞാൻ എപ്പോഴും ചോദിച്ച്, യേശു അല്ലേ ഇവർ ഈ വള്ളത്തിനകത്ത് കൂട്ടിക്കൊണ്ട് അക്കരെ പോവാന്ന് പറഞ്ഞത്? നിങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന കർത്താവ് തന്നെയല്ലേ? നിങ്ങളെ വിളിച്ചത് കർത്താവാണ്. വിളിച്ചിറക്കി കൊണ്ട് പോകാനായിട്ട് ഈ പടകിൽ കയറ്റിയത് കർത്താവാണ്. ഈ പടകിൽ കർത്താവ് ഇരുന്നിട്ട് ഇത്രയും ഇതിനകത്ത് എഴുതിയേക്കും തിര തള്ളിക്കയറി പടക് മുങ്ങുമാറായി കർത്താവ് ഉറങ്ങുന്നു. ഒരു അബോധാവസ്ഥയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും വെള്ളം തളിച്ചാൽ ആരുണരും? ബോധം പോയി തല കറങ്ങി വീണ് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം പോലും ആ മനുഷ്യന്റെ മുഖത്ത് ഒഴിച്ചാൽ ആ ആളോ ഉണരോ? ഇല്ലേ? ഉണരും. പക്ഷെ യേശു അമരത്ത് തലേണ വെച്ച് പറഞ്ഞായിരുന്നു. അതെന്ത് ഉറക്കമല്ലേ? എൻ്റെ ജീവിതത്തിൽ യേശു നീ പ്രവർത്തിക്കുന്നില്ലല്ലോ, നീ ഉറങ്ങിപ്പോയാ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലല്ലോ അപ്പാ, നീ ഒരിക്കൽ ഉത്തരം തരുന്നില്ലല്ലോ അപ്പാ, നീ ഇല്ലേ എൻ്റെ ജീവിതത്തില്, എൻ്റെ പടകിൽ നീ എൻ്റെ കൂടെ ഇല്ലേ, നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ നീ ഉറങ്ങിപ്പോയാ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. ദൈവത്തിന്റെ ജനം അവനെന്ത് ചെയ്ത്? നമ്മൾ ഉറങ്ങിയാലും അവൻ എന്ത് ചെയ്ത്? നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. അവൻ ബൈബിൾ പറഞ്ഞ അവൻ ഉറങ്ങത്തില്ല, മയങ്ങത്തില്ല എന്ന് പറഞ്ഞവൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. നമുക്കറിയാം വേറൊരാൾ ഉറങ്ങി, ചുഴലിക്കാറ്റ് നടക്കുമ്പോൾ വേറൊരാൾ കിടന്ന് ഉറങ്ങി അല്ലേ? ആരായിരുന്നു? യോന. ഉറങ്ങും, മനുഷ്യനുറങ്ങും. പക്ഷെ ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യത്തില്ല? അവൻ ഉറങ്ങുന്നു. അപ്പൊ പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കർത്താവ്? അവരവനെ ഉണർത്തി. അടുത്ത് ചോദിക്കണം, തട്ടി വിളിച്ചിട്ടാണ്, ഗുരു ഞങ്ങൾ നശിച്ചു പോന്നു, ഇപ്പൊ ചാവും, നിനക്ക് ഞങ്ങളെ കുറിച്ച് ഒരു വിചാരം ഇല്ലേ? നിനക്ക് ഒരു ചിന്തയില്ലേ ഞങ്ങളെ കുറിച്ച്? എത്ര പേര് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്? കർത്താവിൻ്റെ അടുത്ത് എത്ര പേര് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്? നമ്മൾ ചോദിച്ച കുറച്ചുകൂടെയൊക്കെ വേറെ ഒരു രീതിയിൽ നമ്മൾ ചോദിച്ചല്ലേ? കർത്താവെ എത്ര പേരുടെ ജീവിതം നീ അനുഗ്രഹിച്ചു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു നന്മയും കാണുന്നില്ല, എന്നാൽ മര്യാദയ്ക്ക് നടക്കാനും എനിക്കോട്ട് പറ്റുന്നുമില്ല അല്ലേ? നമ്മളിങ്ങനെയൊക്കെ പലതും കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് എന്നെ കുറിച്ച് വിചാരമില്ലയോ? അടുത്ത വാക്യം. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ അമരത അവർ അവൻ ഉണർത്തി, ഗുരു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. കാറ്റും അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? അവിടെ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനിങ്ങനെ ഭയപ്പെടുന്നു? ഇത് ആരോടാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? ശിഷ്യന്മാർ എന്നുള്ളത് പോട്ട്, ഇവരാദ്യം ആരായിരുന്നു? ഇതിനകത്ത് കൂടുതൽ ആൾക്കാരും ഈ ഗലീല കടലില്, ഇത് ഗലീല കടലാണ്, യഥാർത്ഥത്തിൽ ഇത് കടലല്ല, ഇതൊരു വലിയ തടാകമാണ്. ഇത് ചുറ്റിനും മലനിരകളെ കൊണ്ട് മലനിരകളാണ്, അതിനിടയ്ക്കുള്ള ഒരു തടാകമാണ്. അപ്പൊ ഈ മുകളിലുള്ള വായുവിന്റെ പ്രഷറും താഴത്തെ വായുവിന്റെ പ്രഷറും ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് പ്രതീക്ഷിക്കാതെ ഇതിനകത്ത് എന്ത് ചെയ്യും? ചുഴലിക്കാറ്റൊക്കെ വരും. മനസ്സിലാകുമോ? കാരണം ചുറ്റും മലകളാണ്, അപ്പൊ മുകളിലുള്ള വായുവിന്റെ പ്രഷർ താഴത്തെ വായുവിന്റെ പ്രഷറും എല്ലാം കൊണ്ടിട്ട് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഈ ഗലീല കടലിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്ത് ചെയ്യും? ചൊല്ലും. ഇതൊക്കെ കണ്ടു വളർന്നവരാണ് ആര്? ശിഷ്യന്മാരിൽ ഭൂരിഭാഗം ആൾക്കാർ. അടിച്ച ചുഴലിക്കാറ്റിൽ അവരെന്ത് ചെയ്ത്? അവർ ഭയപ്പെട്ടു പോയി. ഈ കടലിന്റെ ആഴങ്ങളും പരപ്പുകളും അതിലുള്ള ഓളങ്ങളും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഈ ശിഷ്യന്മാര് ഈ ചുഴലിക്കാറ്റിൽ അവരാകെ ഭയപ്പെട്ടു പോയി. അപ്പൊ യേശു കർത്താവ്, നിങ്ങൾ എങ്ങനെ ഭീരുക്കളാവുന്ന എന്ത്? അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവര് ഭയപ്പെടാനുള്ള കാരണം? ഇതുവരെ ഉണ്ടായതുപോലെ അല്ല ഇപ്പോഴത്തെ ചുഴലിക്കാറ്റ്. നമ്മൾ ഇതുവരെ കണ്ടതുപോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ചില ഭയം നമ്മളെ കയറി ചിലപ്പോ പിടിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് കർത്താവ് ഈ സമയത്ത് ഉറങ്ങിയത്? എന്റെ ചോദ്യം, കർത്താവ് എന്ത് ചെയ്യുന്നു? ഉറങ്ങുകയാണോ? ഇതാണ് എന്റെ ചോദ്യം. എന്തിനാണ് കർത്താവ് ഈ സമയത്ത് ഉറങ്ങിയായിരുന്നോ? മനുഷ്യന് ഉറങ്ങാനായിട്ട് പറ്റത്തില്ല, പക്ഷെ കർത്താവ് ഉറങ്ങിയായിരുന്നു. അവന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്ത് ചെയ്യത്തില്ല? ഉറങ്ങത്തില്ല. താൻ വിളിച്ചു കയറ്റിയ ശിഷ്യന്മാരെ തനിച്ച് വിട്ടിട്ട് കർത്താവ് സുഖമായിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങത്തില്ല. പക്ഷെ അപ്പൊ എന്തായിരുന്നു കർത്താവ് അതിനകത്ത് ചെയ്തതെന്ന് അറിയണമെങ്കിൽ
4-ാം അധ്യായം 1-ാം വാക്യം മുതൽ കർത്താവിന് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും. 35-ാമത്തെ വാക്യങ്ങളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ശിഷ്യന്മാരോടും ഈ ജനത്തോടും യേശു കർത്താവ് ഇപ്പോ ഉപമകളാൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്. അവിടെ യേശു കർത്താവ് ഒരു ഉപമ അവരോട് പറയാണ്. ആ പറഞ്ഞ ഉപമ എങ്ങനെയാണ്? ഒരു കർഷകൻ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് എന്ത് വീണ് വഴിയരികെ വീണു. പറവകൾ വന്ന് എന്ത് ചെയ്തത് കൊത്തിക്കൊണ്ടുപോയി. വേറെ ചിലത് എവിടെ വീണ് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടുത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായ ക്ഷണത്തിൽ മുളച്ചു വന്നു. പക്ഷെ സൂര്യൻ ഉദിച്ചപ്പോൾ എന്ത് ചെയ്ത് അത് ചൂട് തട്ടിപ്പോയി, വേരിലായിക്കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു. ഇത് ഇസ്രായേലിന്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശു കർത്താവ്. കാരണം ഈ അവരോട് എന്തുപമ പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്ന സാഹചര്യത്തിൽ നിന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ യേശു കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുന്ന അന്നത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്. ഇന്ന് നമ്മുടെ സമയത്താണ് ഇവിടെയൊക്കെ ആദ്യം എന്ത് ചെയ്യും, നിലമുഴുകത്താണ് ഇവിടെ വിത്ത് വിതയ്ക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ആദ്യം അവരെന്ത് ചെയ്യും, വിത്ത് വിതയ്ക്കും. വിതച്ചതിന് ശേഷം നിലമുഴുകും. മനസ്സിലാകുന്ന? നമ്മുടെ നിലം പോലത്തെ, നമ്മുടെ തറ പോലത്തെ തറയല്ല അവർക്കുള്ളത്. അപ്പം മണ്ണ് ഇളകി ഈ വിത്തുമായിട്ടെല്ലാം ഒന്ന് യോജിച്ച് വരാനായിട്ട് ആദ്യം അവർ വിത്തെറിഞ്ഞതിന് ശേഷമാണ് അവർ നിലം ഉഴുകുന്നത്. അപ്പോൾ ഈ വിത്ത് വിതയ്ക്കാനായിട്ട് ഈ കർഷകൻ ഈ അയാളുടെ ഈ ഇടുപ്പിലൊരു ഇതും കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ എറിയുമ്പോൾ അതിൻ്റെ വരമ്പുകളുണ്ട് അല്ലേ, ആളുകൾക്ക് നടക്കാനുള്ള വരമ്പുകളുണ്ട്. ഈ ചിലത് വന്ന് എവിടെ വീണ് ഈ വരമ്പത്ത് നടക്കുന്ന വരമ്പത്ത്. ഈ വരമ്പ് എങ്ങനെയാണ് കിടക്കുന്നത്? നടന്ന് കട്ടിത്തറയായിട്ട് കിടക്കുകയാണ്. ഇതെന്ത് ചെയ്ത് ആര് കൊണ്ടുപോയി? പറവകൾ കൊണ്ടുപോയി. ഇന്ന് ഇതുപോലെ ഈ വരമ്പ് പോലെ പലരും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതും കാണിച്ചതും പ്രവർത്തിച്ചതും ആയ കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്ന അനുഭവമുണ്ട്. ഇവിടെ ഏത് വിത്ത് വീണാലും എന്ത് ചെയ്യത്തില്ല, വിതയ്ക്കത്തില്ല. കാരണം അവരെൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു, ഇവരെന്നോട് ഇങ്ങനെ ചെയ്ത്, അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ പലരും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോയത് കാരണം എന്തെന്നറിയാമോ, ഇന്ന് ഹൃദയം എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നു. ഇവിടെ ഏത് വചനം വീണാലും ഇവിടെ എന്ത് ചെയ്യത്തില്ല, അതവിടെ പറവ വന്നങ്ങ് കുത്തിക്കൊണ്ട് പോത്തേയുള്ളൂ. മനസ്സിലായ? 2, അവരുടെ കൃഷി രീതി അനുസരിച്ച് ഇവരുടെ കൃഷി നിലങ്ങളുടെയൊക്കെ അടിയിൽ ഉപ്പ് പാറകൾ നിറയുണ്ട്. മുകളിൽ കണ്ടാൽ തോന്നും എന്താണ്, മണ്ണാണെന്ന് തോന്നും. പക്ഷെ അടിയിൽ എന്താണ്, ഉപ്പ് പാറയാണ്. അതുകൊണ്ട് തന്നെ വിത്തിട്ട പെട്ടെന്ന് മുളച്ച് വരും. പക്ഷെ വേറെ അടിയിലോട്ട് പോകാതെ ഇത് വെയിലടിക്കുമ്പോൾ ഇതുപോലത്തെ ക്രിസ്ത്യാനികളും ഉണ്ട്. എന്തുവാണ്, കണ്ടാൽ എങ്ങനെ തോന്നും, നല്ല ക്രിസ്ത്യാനികളാണ്, ഭക്തരാണെന്ന് തോന്നും. പക്ഷെ പാറ എവിടെ ഇരിപ്പുണ്ട്? അടിയിൽ പാറ ഉറച്ച ആ കഠിന ഹൃദയത്തോടെ അടിയിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള ഹൃദയത്തിലും ദൈവവചനം മുളയ്ക്കത്തില്ല. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം. അടിയിൽ ഉപ്പ് പാറ ഇരുന്നാൽ, അടിയിൽ എല്ലാത്തിൻ്റെ കട്ടി പിടിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അഭിനയിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തിക്കും, കപടഭക്തിയുടെ വേഷമിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ കൃപാവരങ്ങളോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളോ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ വിതയ്ക്കുമ്പോൾ കാട്ടിന്റെ മുള്ളിന്റെ ഇടയിലല്ല അവർ വിതയ്ക്കുന്ന. ഈ നല്ല വെയിലടിച്ച് അവിടെയുള്ള ഈ മുൾച്ചെടികളൊക്കെ കരിഞ്ഞ് എല്ലാം പോകും. പക്ഷെ ഇതിന്റെ വേരെവിടെ കാണും? അടിയിൽ കാണും. ഇവർ വിതയ്ക്കുന്ന സമയം എപ്പോഴാണ്? നല്ല വെള്ളമൊക്കെ കിട്ടുന്ന സമയത്താണ് ഇവർ വിതയ്ക്കുന്ന സമയത്ത് ഈ കാണാതിരിക്കുന്ന സാധനം ഇതിന്റെ വേര് താഴെയുണ്ട്. അത് അവൻ കയറി ഇങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങും. മനസ്സിലാകുന്നോ? ഇതുപോലെ ചില വേരുകൾ എവിടെ ഉണ്ട്? നമുക്ക് എന്തുകൊണ്ട് കർത്താവേ എനിക്ക് വചനം കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് വചനം ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സിൽ ഒന്നും വചനം കയറുന്നില്ല,
എവിടെയുണ്ട്? ചില പാറകൾ അകത്ത് ഉണ്ട്, ചില മുള്ളിന്റെ വേരുകളകത്ത് ഉണ്ട്, ചില കയ്പുകൾ, വിദ്വേഷങ്ങൾ, കഠിന ഹൃദയങ്ങൾ ഉണ്ട്. ഇത് മാറ്റിയാലല്ലാതെ ഈ തിരുവചനം നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല. ഈ തിരുവചനം ഗ്രഹിക്കണോ? എന്ത് ചെയ്യണം? നല്ല നിലം പോലെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി, ക്ഷമിക്കേണ്ടവരത് ക്ഷമിച്ച്, എവിടെയൊക്കെ വിട്ടുകൊടുക്കണമോ അവിടെയൊക്കെ വിട്ടുകൊടുത്തിട്ട്, കർത്താവേ ഞാൻ നിന്റെ സന്നിധിയിൽ താഴുന്നപ്പ എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ നമ്മളെ വിട്ടുകൊടുക്കുന്നോ അവിടെ അല്ലാതെ ഈ നിലം ശരിയായിട്ട്, ഈ നിലത്തിൽ നന്നായിട്ട് വളരത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണോ? നമ്മൾ വിട്ടേടേണ്ട, ആരും കാണാതെ ഒളിഞ്ഞും മറഞ്ഞും നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലിരിക്കുന്ന സകലത്തിനെ എന്ത് ചെയ്യണം? വിട്ടുകളയണം. വിട്ടുകളഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റും. എന്നിട്ട് അവസാനം പറയാണ്, കർത്താവ് പറയാണ്, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ 30, 60, 100 മേനി വിളയുന്നു. അപ്പൊ ഈ ഇതിനകത്തൂടെ കർത്താവ് ശിഷ്യന്മാരോടും എല്ലാവരോടും പറയാൻ ആഗ്രഹിച്ച കാര്യം എന്തെന്ന് പറഞ്ഞാല്, വചനം എങ്ങനെ കേൾക്കണം? എങ്ങനെ കേൾക്കണം? ശരിയായ രീതിയിൽ കേൾക്കണം. മനസ്സിലാകുമോ? വചനം ശരിയായ രീതിയിൽ ആരേറ്റെടുക്കുമോ? ഇങ്ങനെ ഏത് രീതിയിൽ വേണേലും ഏറ്റെടുക്കാം. ഇന്ന് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിട്ട് പോകാം. പക്ഷെ ശരിയായ രീതിയിൽ ഇതിനെ ആര് സ്വീകരിക്കുമോ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? 30, 60, 100 മേനി ഫലം. കാരണം വചനം വീണാൽ അതെന്ത് കിളുക്കാതെ പോകത്തില്ല. വചനം കൊത്തിയെടുത്തോണ്ട് പോയാലോ, അത് പറവ് നിന്നുകൊണ്ട് പോയാലോ, മുള്ളിൻ്റെ ഇടയിൽ വീണാലേ അത് ഫലം കായ്ക്കാതെ ഉള്ളൂ. നല്ല നിലത്ത് വീണാൽ ഇത് ഫലം കായ്ച്ചിരിക്കും. എങ്ങനെ സ്വീകരിക്കണം? നല്ല ഹൃദയത്തോടെ, ശരിയായ രീതിയിൽ, ആ വചനത്തിൽ കർത്താവ് പറയാൻ ആഗ്രഹിച്ച അതേ രീതിയിൽ ഞാൻ ഈ വചനത്തെ സ്വീകരിക്കണം. ഈ വിത്തിന്റെ ഉപമയിലൂടെ കർത്താവ് പറയാൻ ആഗ്രഹിച്ച കാര്യം, വചനത്തെ ശരിയായ രീതിയിൽ നീ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് പഠിക്കണം. എങ്ങനെ? വചനത്തെ ശരിയായ രീതിയിൽ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പഠിച്ചാൽ നിന്റെ ജീവിതത്തിൽ എന്തുണ്ട്? ഫലമുണ്ട്. യേശു കർത്താവ് അടുത്ത വിഭവം പറയാണ്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി, നിങ്ങൾ വിളക്ക് കത്തിച്ച് എവിടെ വെക്കും? കട്ടിന്റെ അടിയിലോ? ഇതിനിപ്പോ വിളക്ക് തന്നതൊന്നും ആരും കാണണ്ട എന്ന് പറഞ്ഞ് കട്ടിന്റെ അടിയിലോട്ട് വെക്കുമോ? ഇല്ല. എവിടെ വെക്കും? ഒക്കെ ഉള്ള സ്ഥലത്തോട്ട് വെക്കും. എന്തിനാണ് അങ്ങനെ? അതിനകത്ത് മുഴുവൻ കാണണം. ഞാൻ ചോദിക്കുന്നത്, മോളിൽ ഈ വിത്തിന്റെ വചനം പറഞ്ഞു, ഇപ്പൊ ഈ ഉപമ എന്തിന് കർത്താവ് പറഞ്ഞു? മോളിൽ വിത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പറയണം, വിളക്ക് കത്തിച്ച് നിങ്ങൾ എവിടെ വെക്കണം? പറയും കീഴില്ല, തണ്ടുമേല് വെക്കണം. എന്താ വേണ്ടിയ വിളക്ക്? നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് കിട്ടിയ പ്രകാശം. നിങ്ങൾക്ക് ദൈവവചനത്തിൽ ആദ്യം പറഞ്ഞ് നിങ്ങളത് ശരിയായ രീതിയിൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണും. എന്നിട്ട് പറയാണ്, ഈ വിളക്കുണ്ടല്ലോ, നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ഈ ദൈവവചനം നിങ്ങൾ കൊണ്ടുപോയി എവിടെ വെക്കരുത്? കട്ടിന്റെ കീഴിൽ വെക്കരുത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അനേകർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, വെട്ടം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെക്കണം. വിളക്ക് കത്തിച്ച് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? വചനത്തെ വേണ്ടുവണ്ണം എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ? രണ്ടാമത് പറഞ്ഞത് നമ്മൾ ചെയ്തേനെ. നമുക്ക് കിട്ടി രക്ഷ, നമുക്ക് കിട്ടി, നമുക്ക് എന്തുണ്ട്? ദൈവം വെളിപ്പെടുത്തി പല കാര്യങ്ങളും തന്നു. പക്ഷെ ഇന്ന് ഈ വെളിപ്പാട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് രക്ഷ കിട്ടി, അത് മതി കർത്താവ്. എന്തുകൊണ്ട് കർത്താവ് ഇതിനകത്തിട്ട് ഈ ചുഴലിക്കാരനകത്തിട്ട് കറക്കുന്നതെന്നറിയാമോ? കർത്താവ് തന്ന വെളിച്ചം എവിടെ? കർത്താവ് പലപ്പോഴും ഇന്ന് നമ്മളെ ഓർത്ത് കരയാറുണ്ട്. കാര്യം എന്നറിയാമോ? നമ്മുടെ മക്കള് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ കരയും. കർത്താവ് വെറുതെ ഒന്നും അല്ല വിളിച്ചത്. നമ്മളെ വിളിച്ചതിന് അവരൊരു ഉദ്ദേശമുണ്ട്. ലോകം അന്ധകാരത്തിൽ കിടക്കുമ്പോൾ, ലോകം ഇരുട്ടിൽ കിടക്കുമ്പോൾ, ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ആത്മഹത്യ ചെയ്ത് മദ്യപിച്ചും അങ്ങനെ പല രീതിയും നശിച്ചുകൊണ്ടിരിക്കും. നീ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ കുടുംബം തകർന്ന ഒരു കുടുംബത്തിന്റെ അടുത്ത് ചെന്നിട്ട്, ഇല്ല, ഈ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, ഈ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാനായിട്ട് പോലും നമുക്ക് സമയം നമുക്കുണ്ടോ? ഇവിടെ പറയുന്നത്, വിളക്ക് കത്തിച്ചെവിടെ വെക്കരുത്? പറയും കീഴ് ഭയം താട്ട് വെച്ച് പറയും കീഴോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല. അടുത്തത്, വെളിച്ചത്ത് വരുവാനുള്ളത് അല്ലാതെ മറവായതൊന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചോളൂ. ഇത് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ ഈ കേൾക്കുന്ന എന്തെന്നറിയുമ്പോൾ ഇത് നിങ്ങൾ
സൂക്ഷിച്ചോളൂ. ഇന്ന് അടുത്ത പറയാണ്, നിങ്ങൾ അളക്കുന്ന ഈ കേൾക്കുന്ന വചനം വെച്ച് നിങ്ങൾ ഇതിനെ എത്രത്തോളം നിങ്ങൾ അളക്കുന്നോ ആ അളവ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതിനെ ഇപ്പം നിങ്ങൾ കളഞ്ഞിട്ട് പോയോ, കർത്താവിൻ്റെ അനുഗ്രഹവും ഇപ്പം നിങ്ങൾക്ക് പോയി. നിങ്ങളിത് എങ്ങനെ അളന്നെടുക്കുന്നോ ആ അളവിൽ മാത്രമേ കർത്താവ് നിങ്ങളെ എന്നെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് വളർന്നു കിട്ടും, അധികമായിട്ടും കിട്ടും. ഉള്ളവൻ എന്ത് ചെയ്യും? നീ അത് വെച്ച് ശരിയായിട്ട് പ്രയോഗിച്ച് നിനക്ക് കിട്ടിയെങ്കിൽ നിനക്ക് എന്ത് ചെയ്യും? വീണ്ടും തരും. ഇല്ലാത്തവനോടും നീ ഇത് വെച്ച് പറയും കീഴ് വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഉള്ളതും കൂടെ ഞാനിങ്ങ് എടുത്തു കളയും. അപ്പൊ ഇവിടെ എന്താണ് ആദ്യം പറയാൻ ആഗ്രഹിച്ചത്? വചനത്തെ ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ആദ്യത്തെ വചനത്തിലൂടെ, വിത്തിന്റെ ഉപമയിലൂടെ. രണ്ടാമത് ആ വചനത്തെ, ഏറ്റെടുത്ത വചനത്തെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി കൊടുക്കണം. അനേകരുടെ ജീവിതത്തിലോട്ട് ആ വചനത്തെ എന്ത് ചെയ്യണം? നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കണം. ഇനി പിന്നെ അവൻ പറഞ്ഞ, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശ്യമാണ്. കടുകുമണി വെച്ചാൽ നമ്മുടെ കടുകുമണിയല്ല, അതായത് ഇസ്രായേലിലുണ്ട്. അത് ഏറ്റവും ഒരു ചെറിയൊരു വിത്തിനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ആ വിത്തിന്റെ പ്രത്യേകത, അതിട്ടാല് ഞാൻ ആദ്യം ചോദിച്ച കടുക് ചെടിയൊക്കെ ഞാൻ തപ്പി നോക്കി. പക്ഷെ അതല്ല, ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായത് അവരുടെ സ്ഥലത്തുണ്ടാകുന്ന ഏറ്റവും ചെറിയൊരു വിത്താണത്. പക്ഷെ അത് ഇട്ടാല് അത് വളർന്നു വരുന്ന വലിയ മരമായിട്ടാണ്. അപ്പൊ ഇവിടെ അവർ പറയാണ്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടത്, ഏത് ഉപമകളാൽ അതിനെ വർണ്ണിക്കേണ്ടത് എന്നിട്ട് ചോദിക്കാണ്. അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകൾ വിടരുന്നു. നമ്മൾ വിചാരിക്കും, എനിക്കൊന്നും പറയാനായിട്ടൊന്നും എനിക്കറിയില്ല എന്ന് പറയാൻ വിചാരിക്കുന്ന എത്ര പേരുണ്ട്. എനിക്ക് അവിടെ ചെന്ന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സുവിശേഷം പറയാറില്ല, ഒന്നിനും എനിക്ക് ഒരു വചനം പോലും എനിക്ക് നേരെ പറയാറില്ല. നിങ്ങൾ വചനമൊന്നും പറയണമെന്നില്ല. നിങ്ങൾ കർത്താവിനെ നിങ്ങൾക്ക് കിട്ടിയതും മനസ്സിലായതും നിങ്ങൾക്ക് ഇത് ഏറ്റു പറഞ്ഞ അല്പം ചെറിയ വിത്ത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളല്ല വളരുമാറാക്കുന്ന, ഞാൻ നിങ്ങളും അല്ല വളരുമാറാക്കുന്ന ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ വളർത്തുന്നത് കർത്താവാണ്. അല്ലെ, എന്റെ ഉത്തരവാദിത്വത്തിൽ എനിക്ക് എന്തറിയാവുന്നോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ എന്താ പറയാ, ആ ചെറിയ കടുവ് നിങ്ങളിട്ട ഏറ്റവും ചെറുതായി, ആ ഏറ്റവും ചെറുത് ഇപ്പൊ എങ്ങനെ വളർന്നെന്നറിയാമോ? അത് വളർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് അനേകം പക്ഷികൾക്കും അതിന്റെ നിഴലിൽ വസിക്കാൻ തക്കവണ്ണം അനേകം ജീവികൾ വന്ന് പാർക്കാൻ തക്കവണ്ണം അത് അനേകർക്ക് അത് ആശ്വാസമായിട്ട് തീർന്നു. നിങ്ങളും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണിത്. അല്പം കുട്ടികൾ അല്പത്തിൽ അത് വിശ്വസ്തനായിരുന്നാൽ എന്റെ കർത്താവ് അധികത്തിൽ ദൈവം എനിക്കൊന്നും അറിഞ്ഞൂടാ, ഒന്നും അറിയണ്ട, നിനക്ക് പറയാൻ വിശ്വസിക്കുന്ന ദൈവമാണ്, അത്ര അറിയോ, അത് മാത്രം ഇട്ട് കൊടുത്താൽ ഇത് പറയുമ്പം അവിടെ ദൈവം കാണുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വീണ്ടും എത്തിയ അധികം കൃപകളെ ദൈവം തരും. ദൈവരാജ്യം അത് പടർന്ന് പന്തലിക്കും. ആരിലൂടെ? ഒരു ചെറിയ വിത്തായ എന്നിലൂടെ പടർന്നു പന്തലിക്കും. ഇനി ഇത് ഇത്രയും കാര്യങ്ങൾ ഈ ശിഷ്യന്മാരെ എല്ലാം കേട്ട് അവര് ഇതിന്റെ മുമ്പിൽ നോക്കിയാൽ, ഈ അദ്ദേഹത്തിന്റെ മുമ്പിൽ നോക്കിയാൽ യേശു കർത്താവ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് കണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ട്, എല്ലാം കണ്ട് ഈ ഉപദേശം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് ആണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കില്ല. കർത്താവ് എന്തുണ്ട്? ടെസ്റ്റ് ഉണ്ട്. സ്കൂളിൽ ചെന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചില്ല, ഇനിയിപ്പോ പഠിച്ചില്ല അറിയാം. 2ാം ക്ലാസ്സിലോട്ട് പോവോ? ഇല്ല. അവിടെ 1ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് ശരിയായിട്ടാണോ പഠിച്ചതെന്ന് അറിയാൻ ആർക്കറിയണം? ടീച്ചറിന് അറിയണം. അപ്പൊ അവിടെ എന്ത് വരും? ഇവരെ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച് എന്താണ് പറഞ്ഞത്? വചനത്തെ ശരിയായിട്ട് സ്വീകരിക്കണം. വചനത്തെ ശരിയായിട്ട് ആർക്ക് സ്വീകരിക്കാൻ കഴിയും? കർത്താവിന്റെ വചനത്തെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ, അതിനെ ശരിയായ രീതിയിൽ നമ്മൾ എടുക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യണം, ഇവർക്കത് ഉണ്ടോന്നുള്ള ടെസ്റ്റ് ആയിരുന്നു കർത്താവ് കൊടുക്കുന്നത്. എന്തെങ്കിലും നോക്കിക്കോ,
അവർ സന്ധ്യയായപ്പോൾ കർത്താവിനെ ഉണർത്തണമെങ്കിൽ നിങ്ങളുടെ ശബ്ദമൊന്നും വേണ്ട, നിങ്ങളുടെ വിശ്വാസം മതി. നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിനെ ഉണർത്താം. ബഹളം കൂട്ടി ഒന്നും നീ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. വിശ്വസിക്കണം. കർത്താവ് എന്ത് പറഞ്ഞാലും അതുപോലെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവന്റെ വാക്ക് ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവന്റെ വാക്കുകളെ ഞാൻ എന്ത് ചെയ്യണം? കണ്ണു അടച്ച് വിശ്വസിക്കണം. ജീവിതത്തിൽ അടിക്കുന്ന ചുഴലിക്കാറ്റ് എന്തിനെന്നറിയാമോ? കർത്താവ് ഇവിടെ മിണ്ടാതിരിക്കുന്നത് എന്നെ നിങ്ങളെ വിശ്വാസം പഠിപ്പിക്കും. കർത്താവ് മിണ്ടത്തില്ല. ഇവിടെ വിശ്വാസത്താൽ എഴുന്നേറ്റാൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പുറത്തു വരാൻ പറ്റൂ. ബാബുരാജ വിശ്വാസം കൂടാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്താലും കർത്താവ് ഇതിനായിട്ട് പഴക്കും. ഈ ചുഴലിക്കാരനകത്തിട്ട് അടിക്കും. കർത്താവ് മിണ്ടത്തുമില്ല. കർത്താവിന്റെ ഇതിനകത്തിട്ട് കറക്കും. എന്തിനെന്നറിയാമോ? നിങ്ങൾ വിളിക്കുകയും ചെയ്യും, പക്ഷെ നിങ്ങളെ പഴകൊന്നും പോവില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് വിശ്വാസം പിടിച്ചാൽ കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് നീക്കും. അല്ലെങ്കിൽ കിടന്ന് അലറി വിളിച്ചോണ്ടിരിക്കാന്ന് മാത്രമേ അതിനകത്തുനിന്ന് കർത്താവേ 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 എന്ന് കിടന്ന് നിലവിളിക്കണോ? ഈ ചുഴലിക്കാറ്റിൽ കിടന്ന് കറങ്ങണോ? ഇല്ല. ഞാൻ വിശ്വാസത്താൽ ഒരു ചവിടിച്ചു. വിശ്വാസത്താൽ ചില തീരുമാനങ്ങൾ എടുക്കും. വിശ്വാസത്താൽ. കാരണം നിങ്ങളെ വിളിച്ച ഒരു വിളിയുണ്ട്, നിങ്ങളെ വിളിച്ചൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി വിട്ടിട്ട് രാവിലെ മുതൽ തിരക്കാണ്. രാവിലെ മുതൽ എന്ത് ചെയ്യണം? വൈകുന്നേരം വരെയും തിരക്കാണ്. പണ്ടും തിരക്കാണ്, ഇപ്പോഴും തിരക്കാണ്. ഈ സന്ധ്യക്കാണത്തിൽ വിളിച്ച് കർത്താവ് എവിടോട്ട് കൊണ്ടുപോകണം? ആശ്വസിക്കാന്ന് പറഞ്ഞത്. വീണ്ടും തിരക്കാണ്. കർത്താവിന്റെ സന്നിധിയിൽ ആശ്വാസമുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ സമാധാനം. പക്ഷെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? വിശ്വാസത്തോട് മാത്രമേ പ്രാപിക്കാൻ പറ്റൂ. വിശ്വാസം ഇല്ലാതെ നമുക്ക് കർത്താവിന്റെ മറ്റുള്ളവർക്ക് വിശ്വസിക്കുന്ന പോലെ അല്ല. കാണാത്ത കാര്യത്തെ നമുക്ക് ഇതൊക്കെ നടക്കുമോ? നടക്കും. കർത്താവിന് സകലവും കഴിയും. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. 10 ലക്ഷം രൂപ കടം കർത്താവിന് മാറ്റാൻ കഴിയില്ല. വിശ്വസിക്കുന്നതിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കും. ആര് കണ്ണു അടച്ച് വിശ്വസിക്കണം? കർത്താവിന് നിങ്ങളുടെ വഴികളൊന്നും വേണ്ട. കർത്താവിന് ഈ വഴിയുണ്ട്. പക്ഷെ മുട്ടുമേലിരുന്ന് ആത്മാർത്ഥതയോടെ അവൻ അന്വേഷിച്ചു ആ വഴി തുറക്കും. അവരന്വേഷിക്കുന്നവരെ ഒരിക്കലും അവൻ തള്ളിക്കളയുന്ന ഒരു ദൈവം. നമുക്ക് എഴുന്നേറ്റിരിക്കാം. കർത്താവ് എന്റെ വിശ്വാസ അപ്പാനി എന്ന് വർദ്ധിപ്പിച്ച്